കഴിഞ്ഞ 50 വർഷമായി കരമന ആസ്ഥാനമാക്കി നടന്നു വരുന്ന ഒരു വലിയൊരു സംഗീത സഭയാണ് നീലകണ്ഠ ശിവൻ സംഗീത സഭ. ഈ വർഷം 51ാമത്തെ വാർഷികം മറ്റന്നാൾ 22-ാം തീയതി ആരംഭിക്കുകയാണ്. 22-ാം തീയതി മുതൽ ആഗസ്റ്റ് 2 വരെ നീണ്ടു നിൽക്കുന്ന സംഗീതോത്സവം 12 ദിവസം. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2 പരിപാടി വെച്ചാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കർണാടക സംഗീതത്തെ ഉയർത്തുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിലുള്ള കലാകാരന്മാർക്ക് അവസരം കൊടുക്കുക തുടങ്ങിയുള്ള പരിപാടികളാണ് ഞങ്ങൾ ചെയ്യുന്നത്. കൂടാതെ വർഷങ്ങളായി ഞങ്ങൾ 2 അവാർഡുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നീലകണ്ഠ ശിവൻ സംഗീത സഭ പുരസ്കാരവും യുവപ്രതിഭാ പുരസ്കാരവും. ഇത് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് തുടർന്നു വരികയാണ്. കഴിഞ്ഞ വർഷം 50-ാം വർഷം വളരെ സമുചിതമായി ആഘോഷിച്ചു. മാധ്യമ സുഹൃത്തുക്കളുടെ നിർലോഭമായ സഹകരണം ഉണ്ടായിരുന്നു. ഈ വർഷം 51ാമത്തെ വർഷമായ ഇപ്പോൾ നമ്മൾ സംഗീതോത്സവം 22-ാം തീയതി മറ്റന്നാൾ വൈകുന്നേരം ആരംഭിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനം നമ്മുടെ PC വിശ്വനാഥ് അവർ, സാംസ്കാരിക വകുപ്പ് മന്ത്രിയും അതുപോലെ ടൂറിസം വകുപ്പ് മന്ത്രിയായ PC വിശ്വനാഥ് അവർ നിർവഹിക്കുന്നതാണ് ഉദ്ഘാടനം. കൂടാതെ നമ്മുടെ കരമന നിയമമണ്ഡലത്തിലെ MLA ആയ രാജീവ് ചന്ദ്രശേഖർ ചീഫ് ഗസ്റ്റായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ആ വേദിയിൽ വെച്ചായിരിക്കും ഞങ്ങൾ അവാർഡുകൾ നൽകുക. അവാർഡിൻ്റെ ആർക്കാണെന്ന് അവാർഡ് എന്നുള്ളത് നിങ്ങൾ കയ്യിൽ കിട്ടിയിരിക്കുന്ന നോട്ടീസിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും 2 പ്രോഗ്രാമാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 4 മുതൽ 6 വരെയും 6 മുതൽ 9 വരെയും നിൽക്കുന്ന ആദ്യത്തെ 4 മുതൽ 6 വരെ യങ്സ്റ്റേഴ്സിന് വേണ്ടിയുള്ള വേദിയാണ്. അതും കേരളത്തിനും പുറത്തുമുള്ള ഒരുപാട് കലാകാരന്മാർ അവിടെ പങ്കെടുക്കുന്നുണ്ട്. 6 മുതൽ 9 വരെ നടക്കുന്ന പരിപാടികൾ ലോകമറിയുന്ന കലാകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. കർണാടക സംഗീത ലോകത്തിലെ അതികായന്മാരായ ആൾക്കാരാണ് പങ്കെടുക്കുന്നത്. ധാരാളം ആൾക്കാർ ശ്രോതാക്കൾ ഞങ്ങളുടെ സഭയ്ക്കുണ്ട്. എന്നിരുന്നാലും മാധ്യമങ്ങളുടെ ആ ഒരു സഹകരണമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിലൂടെ മാത്രമേ ജനങ്ങൾ ഇത് അറിയുള്ളൂ. ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങളിലൂടെ, കാരണം ഇന്ന് രാവിലെ പത്രം എടുത്ത് ഇന്നത്തെ പരിപാടി എന്നുള്ള പരിപാടി നോക്കിയിട്ട് വരുന്ന ഒരുപാട് പേര് ഉണ്ട്. ഞങ്ങളുടെ സ്ഥിരം ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും അതൊരു എപ്പോഴും പത്രം നോക്കി മാത്രം ചെയ്യുന്ന ഒരുപാട് പേർ ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ നിങ്ങളുടെ ഒരു നിർലോഭമായ സഹകരണമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നാളത്തെ ദിവസം എനിക്കറിയാം, നാളെ നമ്മുടെ വേൾഡ് കപ്പിൻ്റെ ന്യൂസുകളായിരിക്കും പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അത് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. എങ്കിലും മറ്റന്നാൾ തുടങ്ങുന്ന പരിപാടിക്ക് നിങ്ങൾ നല്ലൊരു കവറേജ് പത്രങ്ങൾ വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയും നൽകണം. ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾ കയ്യിലെത്തിയിട്ടുണ്ട്, നോട്ടീസ് തന്നിട്ടുണ്ട്, അത് ഞങ്ങളുടെ റിക്വസ്റ്റ് തന്നിട്ടുണ്ട്. നിങ്ങളുടെ പരിപൂർണമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ മാനേജിങ് ട്രസ്റ്റിയാണ് വരേണ്ട വേദിയാണിത്. അദ്ദേഹത്തിന് 86 വയസ്സായി, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് വല്ലാതെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രിസൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, എല്ലാവരോടും പ്രത്യേകം നിങ്ങൾ അഭ്യർത്ഥിക്കണമെന്ന് പറഞ്ഞു വെച്ചിട്ടാണ് നിങ്ങൾ വരുന്നിരിക്കുന്നത്. 22-ാം തീയതി മുതൽ ഞങ്ങളുടെ കരമനയിൽ ഒരു സംഗീതോത്സവം നടക്കുകയാണ്. അതിൻ്റെ എല്ലാവിധ കവറേജുകളും നിങ്ങൾക്കൊണ്ട് കഴിയുന്നത്ര പരമാവധി ഞങ്ങൾക്ക് തന്ന് ഞങ്ങളോട് സഹകരിക്കണമെന്നും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. 2 വാക്ക് സംസാരിക്കാനായി നമ്മുടെ അടുത്ത ട്രസ്റ്റി ശങ്കരനാരായണ സാറിനെ ക്ഷണിക്കുന്നു. കഴിഞ്ഞ പറഞ്ഞ പോലെ 51 വർഷമായിട്ട് നടക്കുകയാണ്. ഇതിൽ ആ നീലകണ്ഠ ശിവൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രഗത്ഭനായ വാഗ്ഗേയൻ നമ്മുടെ പ്രസിദ്ധരായ കർണാടക സംഗീതത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ തുടങ്ങിയ ആ ത്രിമൂർത്തികൾ, അവരുടെ കൂടെ ഏകദേശം അവരെ കൂടെ നമുക്ക് കാണാവുന്ന ഒരു വാഗ്ഗേയനാണ്. അദ്ദേഹത്തിന് ഏകദേശം ഒരു 3000-ഓളം കൃതികളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാം കൃതികൾ തന്നെ വായിച്ചാൽ നമുക്കറിയാം വളരെ
നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു അപ്രോച്ചിനുള്ള ഒരു ചെറിയ മീഡിയ എന്ന് ഞാൻ പറയാം. കൂടുതലും പറയുന്ന അദ്ദേഹം പറഞ്ഞ പോലെ നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളെ ഒന്ന് പരിചയപ്പെടുകയാണ്. ഞാൻ പാർവതീപുരം പത്മനാഭയ്യർ, മ്യൂസീഷ്യനാണ്. നാഷണൽ അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. മോഡൽ സ്കൂളിൽ സംഗീത അധ്യാപകനായിരുന്നു. ഇപ്പോൾ സഭയുടെ ഒരു ട്രസ്റ്റിയായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹം ശങ്കരനാരായണൻ KSF-ൽ ജോലിയായിരുന്നു. അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് C പത്മനാഭൻ, LICയിലെ മാനേജറായിരുന്നു കുമാർ. നിങ്ങൾ 4 പേരെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത്. നിങ്ങളുടെ നിർലോഭമായ സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത് ചെറിയൊരു കടയാണ്. കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.